ക്രിസ്തുയേശുവിനാൽ അനുഗ്രഹിക്കപ്പെട്ട എൻ്റെ പ്രിയ സഹോദരന്മാരെ, കർത്താവിനെ ഹൃദയം തുറന്ന് നുറുങ്ങിയ ഹൃദയത്തോടെ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവൻ നമ്മുടെ ശബ്ദം കേൾക്കുമോ? കേൾക്കുമെന്ന് വിശ്വസിക്കുന്നവർക്ക് ഒരു ആമേൻ പറയാമോ? നമുക്ക് വചനത്തിലേക്ക് കടക്കാം. റോമർ 10:13 കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരന്മാരെ, മനുഷ്യന്റെ ജീവിതത്തിൽ പലതരം കെട്ടുകളുണ്ട്. പലതരം ബന്ധനങ്ങളാൽ ബന്ധിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും. ചിലർക്ക് പാപത്തിന്റെ കെട്ടുകൾ, ചിലരിൽ ഭയത്തിന്റെ കെട്ടുകൾ, എപ്പോഴും പേടി, ഭയം. ചിലർക്ക് ഒന്നിനു പുറകെയുള്ള രോഗത്തിന്റെ കെട്ടുകൾ, ചിലർക്ക് പ്രതികൂലമായ സാഹചര്യങ്ങളുടെ കെട്ടുകൾ. എത്രയൊക്കെ ശ്രമിച്ചാലും പ്രതികൂലമാകുന്ന സാഹചര്യങ്ങൾ. എന്നാൽ ക്രിസ്തുവിന് മുമ്പിൽ ഒരു ബന്ധനവും ശക്തമല്ല. അവന് മുമ്പിൽ എല്ലാ കെട്ടുകളും എല്ലാ ബന്ധനങ്ങളും അഴിക്കപ്പെടും. ഹല്ലേലൂയ. തന്നെ ഹൃദയ വിശുദ്ധിയോടെ വിളിക്കുന്നവരുടെ കെട്ടുകൾ അഴിക്കുവാൻ അവൻ ശക്തനാണ്. ഹൃദയം തുറന്ന് അവനെ നോക്കി നിലവിളിക്കുമ്പോൾ നാം എത്ര പാപികളാണെങ്കിലും, നാം എത്ര പാപം ചെയ്ത് ക്രിസ്തുവിൽ നിന്ന് അകന്നാലും, ഒരു നിമിഷം ഹൃദയം തുറന്ന് കർത്താവിനെ നോക്കി വിളിക്കുമ്പോൾ അവൻ തീർച്ചയായും അവന്റെ ദൈവീകതയെ പ്രതി അവൻ നമ്മെ കേൾക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. അന്ധനായ ബർത്തിയുമായി ക്രിസ്തു തന്റെ അരികിലൂടെ പോകുന്നു എന്നറിഞ്ഞപ്പോൾ, യേശുവേ ദാവീദിന്റെ പുത്ര, എന്നോട് കരുണ തോന്നണേ എന്ന് നിലവിളിച്ചപ്പോൾ യേശു അവന്റെ അന്ധതയാവുന്ന ഇരുട്ടിനെ മാറ്റി അവന്റെ ജീവിതത്തിൽ പ്രകാശം വർഷിച്ചു. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, വ്യർത്ഥവുമായിട്ട് അടുത്തൂടെ കടന്നുപോയ കർത്താവ് നമ്മൾ ഓരോരുത്തരുടെയും അരികിലൂടെ കടന്നുപോവുകയാണ്. അത് തിരിച്ചറിഞ്ഞ് നുറുങ്ങിയ ഹൃദയത്തോടെ, പശ്ചാത്താപത്തിന്റെ ഹൃദയത്തോടെ അവനെ നോക്കി വിളിക്കുമ്പോൾ അവൻ തീർച്ചയായും തിരിഞ്ഞ് നമ്മുടെ ആവശ്യങ്ങൾ, നമ്മുടെ കെട്ടുകൾ, നമ്മുടെ എന്ത് കാര്യവുമായിക്കോട്ടെ അവൻ നിറവേറ്റി തരിക തന്നെ ചെയ്യും. ഹല്ലേലൂയ. പ്രിയ സഹോദരി സഹോദര, ഹൃദയം തുറക്കൂ. നുറുങ്ങിയ ഹൃദയത്തോടെ, പശ്ചാത്താപത്തിന്റെയും വിനയത്തിന്റെ ഹൃദയത്തോടെ കർത്താവിനെ നോക്കി വിളിക്കൂ. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കൂ. അവന്റെ കരങ്ങൾക്ക് അസാധ്യമായി ഒന്നുമില്ല. നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങളെല്ലാം കർത്താവിന്റെ മുമ്പിൽ ചെറുതാണ്, നിസ്സാരമാണ്. ഹല്ലേലൂയ. നമുക്ക് കർത്താവിന് പ്രാർത്ഥിക്കാം. കർത്താവേ, വ്യർത്ഥമായി വഴിയരികിൽ നീ പോകുന്നെന്നറിഞ്ഞപ്പോൾ അവൻ നിലവിളിച്ച് പ്രാർത്ഥിച്ചതുപോലെ ഞങ്ങൾ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ദാവീദിന്റെ പുത്ര, ഞങ്ങളോട് കരുണ തോന്നണമേ. ഞങ്ങളെ ബന്ധങ്ങൾ അഴിക്കണമേ. ഞങ്ങളെ കഷ്ടങ്ങളും പ്രയാസങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറ്റണമേ. ഞങ്ങളെ ഇന്നു മുതൽ അങ്ങയുടെ മകനായി മകളായി സ്വീകരിക്കുമാറാകണമേ. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി കർത്താവേ സ്തോത്രം. യേശുവിന്റെ ധന്യനാമത്തിൽ തന്നെ ആമേൻ.